أنت البركة آدم قبل ഉടയോർ യാ അല്ലാഹ് ഉടയോർ യാ അല്ലാഹ് അല്ലാഹ് നബിയെ സല്ലു അലൈഹി നബി മുഹമ്മദ് സല്ലല്ലാഹു അൻതൽ ബർക ആദമ ഖബല ഉടയോർ യാ അല്ലാഹ് ഉടയോർ യാ അല്ലാഹ് അല്ലാഹ് നബിയെ സല്ലു നബിയെ നബി മുഹമ്മദ് സല്ലല്ലാഹു അൻതൽ ബർക ആദമ ഖബല ഉടയോർ യാ അല്ലാഹ് ഉടയോർ യാ അല്ലാഹ് അല്ലാഹ് നബിയെ സല്ലു നബിയെ നബി മുഹമ്മദ് സല്ലല്ലാഹു അൻതൽ ബർക ആദമ ഖബല ഉടയോർ യാ അല്ലാഹ് ഉടയോർ യാ അല്ലാഹ് ഗഫൂറെ, നീ ചോദിച്ച 5 ചോദ്യങ്ങളിൽ ഒരു 2 ചോദ്യങ്ങൾക്ക് ആദ്യമായി മറുപടി പറയാൻ ശ്രമിക്കാം. ആധുനിക ഡോക്യുമെന്ററികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് റോബർട്ട് ഫെഹർട്ടി ആണല്ലോ. നാനൂക്ക് ഓഫ് ദി നോർത്ത്, എക്സിമോകളുടെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. ഒരുപക്ഷെ ആദ്യത്തെ ഡോക്യുമെന്ററി എന്ന് പറയുന്നുണ്ട്. ഫെഹർട്ടി തന്നെ പിൽക്കാലത്ത് പറഞ്ഞത്, ഞാൻ കണ്ട കാര്യങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവർ കാണണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ കൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡോക്യുമെന്ററി ചെയ്യുന്നത് എന്ന് റോബർട്ട് ഫെഹർട്ടി പറയുന്നുണ്ട്. മുറിവുകളുടെ സമാഹാരം ഇന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ തോന്നുന്നത്, അത് സത്യം പറഞ്ഞാൽ ദീപക് നാരായണൻ എടുത്ത ഡോക്യുമെന്ററി ആയിരുന്നില്ല. രേഷ്മ ഭരദ്വാജ്, ദീപ്തി, ഷാഹുൽ അലിയാർ, ഉണ്ണി കോഹിനൂർ, അങ്ങനെ ഒരു കളക്റ്റീവ് വർക്കായിരുന്നത്. ഒരർത്ഥത്തിൽ അന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ആ ഡോക്യുമെന്ററി ചെയ്തിരുന്നത്. ജയരാജിന്റെ ദേശാടനം പോലെയുള്ള സിനിമകൾ മലയാള സിനിമ വരിക്കശ്ശേരി മനയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൈരളി ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ഉണ്ടാകുമ്പോൾ ആ ടെലിവിഷന്റെ കാഴ്ചാശീലങ്ങളിൽ നമുക്കാകുന്ന വിധത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് അതിന് തിരിഞ്ഞു നോക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജി.പി. രാമചന്ദ്രൻ ആ സമയത്ത് എഴുതിയിട്ടുണ്ട്, ഈ ടെലിവിഷനിലെ മനുഷ്യരൂപങ്ങൾ. ആ അർത്ഥത്തിൽ, അതായത് അതുവരെ ഈ മനുഷ്യരൂപങ്ങളല്ലാതെ വെറും ഈ ഒരുപാട് ഈ സാമ്പ്രദായിക ബൊമ്മകൾ, അല്ലെങ്കിൽ ഏത് നിലയ്ക്കാണ് അതിനെ പറയേണ്ടതെന്ന് അറിയില്ല, അത്തരത്തിലുള്ള ആളുകൾ മാത്രം വരുന്നൊരവസരത്തിൽ മലപ്പുറത്തെ ഞങ്ങൾ ജീവിക്കുന്ന പരിസരത്തുള്ള സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളും അവരുടെ ജീവിത സംസ്കാരവും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള നിലയ്ക്കാണ് മുറിവുകളുടെ സംഹാരത്തിനെ ഞാൻ കാണുന്നത്. ഭക്തിയും സംഗീതവും ശരീരായോധന മുറകളും അനിതസാധാരണമായി സമന്വയിക്കുന്ന ഒരനുഷ്ഠാനമാണ് ഉത്തരാത്തീപ്. ഭീതിയുടെയും രഹസ്യാത്മകതയുടെയും ഭാവങ്ങൾ ഈ അനുഷ്ഠാനത്തിന് ഒരു നിഗൂഢാവരണമാകുന്നു. അതുകൊണ്ട് തന്നെ കലയുടെ നിർവചനങ്ങൾക്കുള്ളിൽ റാത്തീബ് ഇനിയും ഉൾച്ചേർന്നിട്ടില്ല. കലയുടെയും സംഗീതത്തിന്റെയും മിഴിവിലുപരി ഭക്തന്റെ നേർച്ചകളായാണ് റാത്തീബ് മലബാറിന്റെ ഉൾഗ്രാമങ്ങളിലെ മുസ്ലിം കുടുംബങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്നത്. മാപ്പിളമാരുടെ വീടുകളിലെ ആഘോഷവേളകളിലും അവരുടെ നേർച്ചോത്സവങ്ങളിലും അടുത്ത കാലം വരെ റാത്തീബിന്റെ സംഭ്രാന്തജനകമായ സാന്നിധ്യമുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ആദിയും അശാന്തികളും ഈ കലാരൂപത്തിൽ ഇഴപിരിച്ചെടുക്കാനാകാതെ
കലർന്നു കിടക്കുന്നു. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് തങ്ങളുടെ പുണ്യാളന്മാർക്കായുള്ള വഴിപാടായാണ് ആത്മസമർപ്പണത്തിൻ്റെ ഈ അനുഷ്ഠാനം നടന്നുവരുന്നത്. സുന്നത്ത് കല്യാണാഘോഷങ്ങളിലും പ്രവാചക ജന്മമാസത്തിലെ നേർച്ചകളിലുമാണ് കേരളത്തിലെ മാപ്പിളമാരിൽ സുന്നി വിഭാഗത്തിനിടയിൽ വിശേഷിച്ചും ഈ കലാരൂപം അവതരിപ്പിക്കപ്പെടാറ്. ഉത്ഭവത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും മാപ്പിളമാരുടെ വിശ്വാസത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും നിദർശനമായ ഈ അനുഷ്ഠാന കല 16-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ പ്രചരിച്ചു വന്നതായി കണക്കാക്കപ്പെടുന്നു. മുഹറം എന്നുള്ളത് ഈ ഖുത്റാത്തീബ് എന്ന് പറയുന്ന ഈ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ അനുഷ്ഠിച്ചു വരുന്ന ആചാരപരമായ ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്കായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ ആ ഡോക്യുമെന്ററി സാധ്യമാക്കിയത് എൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായിരുന്ന സഖാവ് പി പി ഷാനവാസാണ് അതിന് വിവരണപാട് എഴുതിയത്. ഷാനവാസിന്റെ പഠനവും ഷാനവാസിന്റെ അന്വേഷണങ്ങളുമാണ് യഥാർത്ഥത്തിൽ ആ ഡോക്യുമെന്ററിയെ സാധ്യമാക്കിയത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ പറ്റും. അങ്ങനെ ഒരു ഡോക്യുമെന്ററി സാധ്യമാക്കിയതിന് ഏതർത്ഥത്തിലും ഏതറ്റം വരെയും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പി പി ഷാനവാസിനോടാണ്. റത്ത എന്ന പേർഷ്യൻ വാക്കുന്നാണ് റാത്തീബിൻ്റെ ഉത്ഭവം. റത്ത എന്ന് പറഞ്ഞാൽ അർപ്പണം, ഡിവോഷൻ, അല്ലെങ്കിൽ ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അർപ്പണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഭക്തി പ്രകടിപ്പിക്കാനും അവർ ഈ സൂഫിസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഒരു ഷെയ്ഖ് ഉണ്ടാവും. ഈ ഷെയ്ഖിനെ പിന്തുടരുന്ന കുറേ മുരീദന്മാരും. അപ്പോൾ ഈ ഷെയ്ഖിൻ്റെയും അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹുവിൻ്റെയും അവദാനങ്ങൾ ഈ റാത്തീബിലെ ഗാനത്തിലൂടെ പുറത്തു വരുന്നു. അത് ആദ്യം വളരെ ചെറിയ സ്ഥായിൽ തുടങ്ങിയിട്ട് പിന്നെ വളരെ ഉച്ചസ്ഥായിൽ ഹൈ പിച്ചിൽ അവസാനിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താളവും ആദ്യം വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങുക, പിന്നെ വളരെ ദ്രുതമായിട്ടുള്ള ഹൈ സ്പീഡിൽ ചെന്നിട്ട് അവസാനിക്കും. എല്ലാ തനത് കലകൾക്കും അനുഷ്ഠാനത്തിൻ്റെ ഒരു തലമുണ്ട്. റാത്തീബ് ഒരു ഭക്തിയുടെ ഒരു താളമാണെന്ന് പറയാം. ഇന്ന് മതം എന്നൊക്കെ പറയുന്നത് വളരെ വരണ്ട കുറേ വിശ്വാസങ്ങളും കുറേ കാട്ടിക്കൂട്ടലുകളുമായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്ത് മതത്തിന് സൗന്ദര്യാത്മകമായൊരു തലം, ദൈവത്തിന് സൗന്ദര്യത്തിൻ്റെ ഒരു മണ്ഡലം, ഒരു കുറേ വാദ്യത്തിൻ്റെ, താളത്തിൻ്റെ, ഈണത്തിൻ്റെ ഒക്കെ ഒരു തലം കൊണ്ടുവരികയാണ്. ഇസ്ലാമിലെ ഭക്തിപ്രസ്ഥാനമായി വിശേഷിപ്പിക്കപ്പെടുന്ന സൂഫിസമാണ് വിശ്വാസപരമായി ഖുത്റാത്തീബിൻ്റെ അടിസ്ഥാനം. പേർഷ്യൻ ഇന്ത്യൻ സംസ്കാരങ്ങളുമായുള്ള ഇസ്ലാമിൻ്റെ ആശ്ലേഷമാണ് സൂഫിധാരയുടെ സമൃദ്ധമായ പാരമ്പര്യത്തിന് നിദാനം. സൂഫിസം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഭാവതലങ്ങൾ ഭക്തിയുമായി സമന്വയിപ്പിക്കുന്നു. സൂഫികൾ ആത്മശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളായി സംഗീതത്തെയും നൃത്തത്തെയും ഉപയോഗിക്കുന്നു. ഗുരുപരമ്പരയുടെ കബറിടങ്ങളിൽ നടത്തുന്ന ഉറൂസുകളിലും പൂജാകർമ്മങ്ങൾക്ക് തത്തുല്യമായ അനുഷ്ഠാനങ്ങളിലും ഗാനത്തിൻ്റെയും ശരീര ചലനങ്ങളുടെയും അകമ്പടി കാണാം.
ഇസ്ലാമിക പുണ്യാളനായ മുഹീദ്ദീൻ ഷെയ്ഖ് ബാഗ്ദാദുകാരനാണ്. അദ്ദേഹവും ശിഷ്യഗണങ്ങളും ആത്മശുദ്ധീകരണത്തിന് സംഗീതവും താളവും സമ്മേളിക്കുന്ന റാത്തീബ് നടത്തിയിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പേർഷ്യയുടെ ഭാഗമായ ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഉത്തരേന്ത്യ വഴി കേരളത്തിലും ലക്ഷദ്വീപിലും എത്തിച്ചേർന്നതാണ് ഈ കലാരൂപം. പേർഷ്യൻ സംസ്കാരം ഭാരതീയ സംസ്കാരത്തിന് വളരെയധികം സംഭാവനകൾ തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂഫിസം. സൂഫിസം ഭാരതത്തിൽ വേരുറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ചില സംഗീത രൂപങ്ങളും കലാരൂപങ്ങളും ഇതിൻ്റെ കൂടെ ഇവിടെ വന്ന് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും വന്നിട്ടില്ല. ഇസ്ലാം ഒരിക്കലും കലയും സംഗീതത്തിനെയും അതുപോലെ സാഹിത്യത്തിനും വിരുദ്ധ നിലപാടെടുത്തിട്ടില്ല. ഇസ്ലാമിന്റെ ആരംഭകാലം മുതൽക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട ബിലാലിന്റെ ബാങ്ക് വിളി. അന്ന് ബിലാലിന്റെ ബാങ്ക് വിളി ഇസ്ലാമിലേക്ക് ആളെ ആകർഷിക്കാനും ദീനിന് പ്രചാരം നൽകാനും ഉപയോഗിക്കും. അതുപോലെ ഇസ്ലാമിക് കാലിഗ്രഫി, ഖുർആൻ എഴുതുന്ന ഇസ്ലാമിക് കാലിഗ്രഫി അതിന്റെ വേറൊരു. അതുപോലെ അതിനോട് ബന്ധപ്പെട്ടുള്ള ബൈത്തുകൾ, മൗലൂദുകൾ. ഇസ്ലാമിക് കാലിഗ്രഫി തന്നെ 2-3 സ്റ്റൈലുകൾ വരുന്നുണ്ട്. ഖുർആൻ എഴുതാൻ ഉപയോഗിക്കുന്ന വേറൊരു സ്റ്റൈല്, പേർഷ്യൻ കാലിഗ്രഫി, സാധാരണ അറബിക് ലിറ്ററേച്ചറിന് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലം മുതൽക്കേ ഒരു സൂറത്ത് പോലും അവതരിപ്പിച്ചിട്ടുണ്ട്, സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കുക, അർ-റഹ്മാൻ എന്ന സൂറത്ത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇസ്ലാം ഒരിക്കലും കലക്കും സംഗീതത്തിനും സാഹിത്യത്തിനും എതിരല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة وأولئك هم المفلحون. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم. പ്രവാചകൻ മുഹമ്മദിന്റെ കാലത്തു തന്നെ ഇസ്ലാമിന് ആതിഥ്യം ലഭിച്ച നാടാണ് കേരളം. അതിനു മുമ്പ് തന്നെ അറബി ലോകവുമായി കേരളത്തിന് ബന്ധമുണ്ട്. കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാലിക് ബിനു ദിനാറിനും സംഘത്തിനും ആതിഥ്യമരുളാൻ അന്നത്തെ നാടുവാഴി സമൂഹം തയ്യാറായി. പള്ളികൾ പണിയാൻ ആവശ്യമായ സ്ഥലവും വാസ്തുശില്പ വിദഗ്ധരെയും അവർ വിട്ടുകൊടുത്തു. ഈ പരസ്പരാശ്ലേഷത്തിന്റെ ഫലമായി മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ നിധി, അറബി മലയാളം എന്ന സവിശേഷ ഭാഷ, കോൽക്കളിയും ദഫ്മുട്ടും ഒപ്പനയും അടങ്ങുന്ന കലകൾ, ഇവയൊക്കെ കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നു. ഈ വിധം ഇസ്ലാമിക ജീവിതം കേരളീയ സംസ്കാരത്തിന് കലകളുടെയും ഭാഷയുടെയും ഒരു ഉപദേശീയത തന്നെ സംഭാവന ചെയ്തു. മതാനുഷ്ഠാനവും കലയും സഹവസിക്കുന്ന ഒരു സവിശേഷ കലാരൂപമായി റാത്തീബ് ജന്മമെടുക്കുന്നത് ഈ പരിസരങ്ങളിലാണ്. അതുകൊണ്ടുതന്നെ റാത്തീബിന്റെ അടിസ്ഥാനം കേരളത്തിലെ, വിശേഷിച്ചും മലബാറിലെ തദ്ദേശീയ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാർഷിക കുടിയാനായ മാപ്പിള കർഷകരുടെ ജീവിതത്തിൽ വിശ്വാസത്തിനും ഭക്തിക്കും സൗന്ദര്യത്തിനുമുള്ള സ്ഥാനമാണ് ഈ അനുഷ്ഠാന രൂപം അടയാളപ്പെടുത്തുന്നത്. ഏതൊരു കലാരൂപത്തിലും എന്ന പോലെ കലാകാരന്മാരുടെ സാമൂഹിക ജീവിതത്തിന്റെ പ്രകാശനം കുത്റാത്തീബിന്റെ അവതരണത്തിലും കടന്നുവരുന്നുണ്ട്.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما كاملا على سيدنا محمد الذي تنحل به النقد وتنفرج به الكرب وتقلع به اللوائد وتنال به الرعايب وحسن الخواتم ويستسقى الغمام لوجهه الكريم. പേർഷ്യനും അറേബ്യനുമായ കലാപാരമ്പര്യങ്ങളോട് കേരളീയ ആയോധന കലയുടെ ചുവടുകൾ ചേർന്നാണ് കുത്രാത്തീബ് രൂപപ്പെടുന്നത്. സൂഫിവര്യന്മാരായ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെയും മറ്റും അവദാനങ്ങൾക്കും അവരോടുള്ള അഭ്യർത്ഥനകൾക്കുമൊപ്പം അള്ളാഹുവിനെയും പ്രവാചകനെയും സംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും റാത്തീബിൻ്റെ ബെയ്ത്തുക്കൾ എന്നറിയപ്പെടുന്ന ഗാനഭാഗം ഉൾക്കൊള്ളുന്നു. വലിയ വൃത്താകൃതിയിലുള്ള അറവനയാണ് താളവാദ്യമായി ഉപയോഗിക്കുന്നത്. ദഫിൻ്റെ വലിയ രൂപമായ അറവന പേർഷ്യയിലും അറേബ്യയിലും പ്രചാരത്തിലുണ്ടായിരുന്നതായി സൂചനകളുണ്ട്. കുത്രാത്തീബിൽ സംഗീതത്തിൻ്റെയും താളത്തിൻ്റെയും ഭക്തിപാരവശ്യത്തിൻ്റെയും തലങ്ങൾക്കൊപ്പം കളരിയുടെ വകഭേദമായ പടാളിയുടെയും സമന്വിതാംശങ്ങൾ ദർശിക്കാം. മുസ്ലിം സമുദായത്തിനിടയിൽ പരിഷ്കരണവാദികളായി അറിയപ്പെടുന്നവർ ഈ കലാരൂപത്തെ അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നുണ്ട്. ദൈവവുമായുള്ള മനുഷ്യബന്ധത്തിൽ ഇടനിലക്കാരെ ചേർക്കുകയാണ് ഈ കലാരൂപത്തിൻ്റെ അടിസ്ഥാനം എന്നിവർ വാദിച്ചു വരുന്നു. ഈ വാദം കുത്രാത്തീബിനെ ഒരു കലാരൂപമെന്ന നിലയിൽ അവഗണിക്കുന്നതിനും അകറ്റി നിർത്തുന്നതിനും ഇടയാക്കി. ഇതിലെ കലാകാരന്മാർ മുഴുവനും അടിയാള വർഗമാണ്, പണിക്കാരാണ്, പഴയ കുടിയാന്മാരാണ്. അപ്പം ഇവരുടെ ഇതിൻ്റെ ഒരു തലം എല്ലാ ജന്മിമാരും എല്ലാ കൊല്ലത്തിലും നേർച്ച നടത്താൻ തീരുമാനിക്കും. നേർച്ചപ്പാടത്ത് മുഴുവനും ഈ റാത്തീബ് അരങ്ങേറും. അപ്പോൾ ഒരു ദിവസമെങ്കിലും മുതലാളിയേക്കാൾ സിദ്ധിയുള്ള, ദൈവികമായ സിദ്ധിയുള്ള ഒരു സിദ്ധനായി ഈ കലാകാരൻ മാറുന്നുണ്ട്. അങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രതികാരം ഈ മുതലാളിയോട് നിർവഹിക്കപ്പെടുന്നുണ്ട്. രാത്രിയുടെ രണ്ടാം പകുതിയിൽ താളത്തിന്റെ മൂർധന്യത്തിൽ, ഭക്തിലഹരിയുടെ പാരവശ്യത്തിൽ, ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും അതിർവരമ്പുകളിൽ, ബോധാബോധങ്ങളുടെ വരമ്പിൽ കുത്രാത്തീബ് അതിന്റെ പാരമ്യത്തിലെത്തുകയാണ്. ഭക്തിക്കും സൗന്ദര്യത്തിനുമൊപ്പം പടാളിയുടെ അംശങ്ങൾ കൂടിക്കലരുമ്പോൾ ബെയ്ത്തുകളും ദിക്കറുകളും അതിനകം തന്നെ അതീന്ദ്രിയമായ മാനസികാവസ്ഥയിലേക്ക് നയിച്ച കാണികൾക്ക് മുന്നിൽ റാത്തീബ് അതിന്റെ അവസാനത്തെ പുൽകുന്നു. സ്വന്തം ശരീരത്തെ
ബലിയായി നൽകിക്കൊണ്ടും ദൈവഭക്തിയെ പ്രകാശിതമാക്കുക എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശരീരത്തിന് മുറിവുകളേൽപ്പിക്കുന്ന തരത്തിൽ കുത്രാത്തീബ് അനുഷ്ഠിച്ചു വരുന്നത്. ദൈവസമർപ്പണത്തിന്റെ നിമിഷങ്ങളിൽ ശരീരബലിക്ക് സന്നദ്ധമാകുന്ന സൂഫി പാരമ്പര്യത്തെ ഈ അനുഷ്ഠാനം ഉൾക്കൊള്ളുന്നു. റാത്തീബിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സോലായി. പിന്നെ അത് സോലായി എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എടുക്കാൻ പോണത് നമ്മളെല്ലാ ദിക്റുകളും അതൊക്കെ നമ്മൾ അതായത് പഠിച്ചോനെ വലുതായിട്ടുള്ള ആൾക്കാരെ അമ്പിയവലാക്കന്മാർ, അതായത് നമ്മൾ ശേഖരി പാഴ്ചക്ക് അതുപോലെ എല്ലാവരും വിചാരിച്ചിട്ടാണ് നമ്മളിത്. അത് നമ്മളെ മേത്തിക്കാണ്ട് അലിഞ്ഞ് ചേരുകയാണ്. ഇതിങ്ങനെ ചേർന്നത് ഇങ്ങനെ സ്പീഡ് കൂടുന്നിടത്തോളം കണ്ടിട്ട് നമുക്കും തന്നെ അത് മനസ്സിലേക്ക് ഇങ്ങനെ തറയ്ക്കുക. അങ്ങനെ പോയിട്ട് പിന്നെ എടുക്കാൻ പോണ ആയുധം ഇരുമ്പാണ്. അപ്പോൾ ഒരു സൂചി കൊണ്ട് പറ്റിയാൽ സൂചി മറ്റേ സൂചി വെക്കാണല്ലോ, അതിനപ്പം പിറ്റേന്ന് 24 മണിക്കൂറാകുമ്പോൾ തോന്നാൻ കാര്യമാവും. അങ്ങനത്തെ കാലമാണ്. കമ്മ്യൂണിസ്റ്റ് അപ്പം കുത്തിയാലുണ്ടല്ലോ പോയസം. ഇതിനിപ്പോൾ ആവും പോയസനൊന്നുമില്ല, ഒരു മരുന്നുമില്ല, അങ്ങനത്തെ ഒരു സാധനമാണ് എടുക്കാൻ പോകണം. അപ്പം ഇത് തടിയൊക്കെ ഇങ്ങോട്ട് അതായത് അപ്പം നമുക്കുള്ള ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ അഭിപ്രായ പ്രകാരം എനിക്കെൻ്റെ മേത്ത് കൊണ്ട് കൂടുക എന്നുള്ളതാണ്. അത് ഞാൻ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അയാളുടെ വെത്തിച്ചുള്ള വെത്തുണ്ട് ലാസ്റ്റ്. ആ വെത്ത് ചെല്ലുമ്പോൾ ആ അയാളിൽ വിളിക്കണ ഞങ്ങൾക്കുള്ള ആ വിളിക്കുന്ന ആൾക്കാരെ വലുതായിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വന്ന് ചേർന്ന് പോയി. എനിക്ക് പിന്നെ വലിയൊരു ഇതുണ്ടാവില്ല. ഇങ്ങനെയായിട്ടാണ് പോവുകയാണ്. എനിക്ക് പിന്നെ അപ്പോൾ അത് ആ സമയത്തൊന്നും പിന്നെ അറിയില്ല. അതുകൊണ്ടാണ് ഈ ഇരുമ്പ് കൊണ്ടുള്ള പണിയൊക്കെ എടുത്തിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നുള്ളതല്ല, ഞങ്ങളെ കൂടുതലുള്ളവർക്കാർക്കും ആ സാധനം കൊണ്ട് ആ പണിയെടുക്കുമ്പോൾ പിന്നെ വേദനയെ വരുത്തിയ ഒന്നുമില്ലല്ലോ, ചോര പിടിയോ ഒന്നുമില്ലല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. അതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് അറിയാത്തതും ആ വേദന ഇല്ലാത്തതും. ആ സമയത്ത് എന്ത് ചെയ്താലും അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ ആ ഹൈദറിൽ ഇസ്ലാമിലേക്കെന്ന് പറഞ്ഞാൽ അവരൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്തു. അന്തർദേശീയ തലങ്ങളിൽ കുത്രാത്തീബ് അവതരിപ്പിച്ച് പ്രശസ്തിയാർജിച്ച കലാകാരന്മാർ മലബാറിലുണ്ട്. ഔറാൻ മുല്ലാക്കയുടെ ഓർമ്മകൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കുണ്ടോട്ടി കുബ്ബയുടെ മുറ്റത്ത് എത്രയോ തവണ നാവ് മുറിച്ചു മാറ്റുന്നതും വയറിൽ കതിര് കോർക്കുന്നതും കവിളിൽ കമ്പി കോർക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ട് ഭീതിയും ആരാധനയും ഭക്തിയും കൊണ്ട് നിർനിമേഷരായി ജനങ്ങൾ നിന്നിട്ടുണ്ട്. കുണ്ടോട്ടി നേർച്ചയാണ് ഈ അത്ഭുത പ്രകടനങ്ങൾക്ക് വേദിയാകുക പതിവ്. എല്ലാവരും കൂലിപ്പണിയെടുക്കണം. ആ കല്ലിൻ്റെ പണി, ചെങ്കല്ല് പടവ്, അതുപോലെ തന്നെ സിമൻറ്റ് തേപ്പിൻ്റെ പണിക്കാർ, അതുപോലെ കന്ന് പണിക്കാർ, കന്നുകൂട്ടാൻ പോണേ. പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, ഇപ്പോൾ എല്ലാം കന്നുകളില്ലാത്ത. അക്കാലത്തൊക്കെ അങ്ങനെ എല്ലാ പണിക്കും പോകണം, തോട്ടപ്പണിക്ക് പോകണവർ. അല്ല ഇതുകൊണ്ട് മാത്രം ജീവിക്കണവരെല്ലാവരും. എനിക്ക് പണി ചെങ്കല്ല് പടവിൻ്റെ പണിയാണ്. പഴയ കാലത്തൊക്കെ പഠിച്ച കാലത്തൊക്കെ കൂലിപ്പണിക്ക് പോകാനാണ്. അത് കഴിഞ്ഞിപ്പോൾ പിന്നെ ഒരു 15-20 കൊല്ലമായിട്ടുള്ളൂ ചെങ്കല്ലിൻ്റെ പണി തുടങ്ങി. ഇപ്പോൾ പണിക്ക് പോകാൻ വെയ്യാണോ? പോകാൻ വെയ്യ, പുകലെടുത്താൽ പൊന്തൂല. ഇപ്പോൾ മെഷീൻ കല്ലാണല്ലോ, 50 കിലോ ആരെ കൊണ്ട് വാങ്ങാൻ കഴിയുന്നു. നമുക്ക് ഈ അനുഷ്ഠാനത്തിൽ കള്ളമോ സിദ്ധിയോ പരതേണ്ടതില്ല. മലബാറിലെ മാപ്പിള ജീവിതത്തിൻ്റെ
മുറിവുകളും സ്വപ്നങ്ങളുമാണ് ഈ കലാരൂപം. ജീവിതത്തിൻ്റെ തന്നെ വിപുലതകളാണിതിൻ്റെ സൗന്ദര്യം. ദൈവത്തിന്റെ അവകാശികൾ എന്ന ഡോക്യുമെന്ററി സംഭവിക്കുന്നത് ഒരുപക്ഷെ എന്റെയൊക്കെ കുട്ടിക്കാലം തൊട്ട് കളിയാട്ടക്കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മിസ്റ്ററി ആയിരുന്നു. ആളുകൾ ഈ കളിയാട്ടക്കാവിൽ വെച്ച് കാണാം, ഈ തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാം, അടിക്കാം, തല്ലാം, പിരിയാം, ഇതിനൊക്കെ ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു കാവ്, കളിയാട്ടക്കാവ്. തെഞ്ഞിപ്പളത്തിനടുത്ത് മുട്ടിയാറ, മൂന്നിയൂർ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിലുള്ള ഒരു കാവാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് അങ്ങോട്ട് എത്തിപ്പെടുന്നത്. ഞാനും എൻ്റെ സുഹൃത്ത് ഉണ്ണി കോഹിനൂറും ചുമട്ടുതൊഴിലാളിയും ഇപ്പോൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ ആഭിമുഖ്യം പുലർത്തുന്ന പ്രിയപ്പെട്ടവനുമായ രാജൻ, ഞങ്ങളൊരു ദിവസം രാത്രി അങ്ങോട്ട് പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ 20-25 കൊല്ലം മുമ്പാണ്. അന്നാണ് അങ്ങനെ രാത്രി അങ്ങനെ അവിടെ ഈ കളിയാട്ടക്കാവ് ഉത്സവത്തിന്റെ മുമ്പ് ചില ചടങ്ങുകളുണ്ട് എന്നറിയുന്നത്. ഏറ്റവും ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന പുലയരും ചെറുമരുമായിട്ടുള്ള അടിസ്ഥാന വിഭാഗത്തിന്റെ ഒരു കാവ്, അതിന്റെ ഒരു തലേരാത്രിയിലെ വളരെ ഗോപ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയകളാൽ എങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നു, അത് എങ്ങനെ ക്ഷേത്രമായി മാറുന്നു എന്നുള്ള ഒരു കാഴ്ചയിലേക്ക് കണ്ണു തുറക്കുന്നത് ആ രാത്രിയാണ്. വളരെ അരാജകമായ ഒരു യാത്ര ഞങ്ങൾക്ക് തുറന്നു തന്ന ചില കാഴ്ചകളായിരുന്നു. പിന്നീട് രാഘവൻ പയ്യനാട് മാഷുമായിട്ടും ഒക്കെ സംസാരിച്ചപ്പോഴാണ് ഈ കുഞ്ഞാഞ്ചീരു അമ്മ എന്ന് പറയുന്ന ഒരു ദ്രാവിഡ ദേവിയുടെ തട്ടകം എങ്ങനെ ആര്യാധിനിവേശത്തിന്റെ ഒരു ക്ഷേത്രമായി മാറുന്നു എന്ന് കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, അവർ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അവരെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കുഞ്ഞാഞ്ചീരു അമ്മ, കളിയാട്ടക്കാവ്. അവരിൽ പലരും ഇന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതിൽ ആ ഇന്റർവ്യൂവില്, ആ ഡോക്യുമെന്ററിയിൽ ഞങ്ങൾക്ക് അഭിമുഖം തന്ന കാളിയമ്മേനെ പറ്റിയൊക്കെയുള്ള ഓർമ്മകൾ ഇപ്പോൾ മനസ്സിലാക്കി തികട്ടി വരുന്നു. അങ്ങനെ മനുഷ്യരെ അടയാളപ്പെടുത്തുന്നതാവണം ഡോക്യുമെന്ററി. മനുഷ്യരെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യത ആവണം ഡോക്യുമെന്ററി എന്നുള്ള ചില ഉൾക്കാഴ്ചകൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ആ ഡോക്യുമെന്ററി എടുത്തതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ ഒരു ഗുണം. മലപ്പുറം ജില്ലയിൽ മൂന്നിയൂരിലെ കളിയാട്ടക്കാവ് ആനച്ചൂടിന് സമം പൊൻപണം കൊടുത്ത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവകാശികൾ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയതാണത്രേ. ഈ പ്രദേശത്തുകാരായ ആയിരങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇവിടം തേജോമയിയായ ഒരു വനചൈതന്യത്തിൻ്റെ ആവാസ കേന്ദ്രമാണ്. 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമാപനത്തോടെ ഉത്തര കേരളത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ തിരശ്ശീല വീഴും. ഇടവ മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച കളിയാട്ടക്കാവിൽ നടക്കുന്ന കോഴിക്കളിയാട്ടം ഈ പ്രദേശത്തെ
കീഴാള ജനവിഭാഗത്തിന്റെ ആത്മാർപ്പണ സമാനമായ പ്രാതിനിധ്യത്താൽ പുകൾപെറ്റതാണ്. മനുഷ്യന്റെ ഭാവനയിലെ ഏറ്റവും സുന്ദരമായ സൃഷ്ടിയാണ് ദൈവം. ചില കാലങ്ങളിൽ അവന്റെ ദുരയുടെ ഏറ്റവും വലിയ ഇരയും. നൂറ്റാണ്ടുകളായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു വരുന്ന മധ്യ മലബാറിലെ ചെറുമരും കണക്കരുമടങ്ങുന്ന കീഴാള ജനതയ്ക്ക് കളിയാട്ടം വെറുമൊരു ഉത്സവമല്ല. ഇവരുടെ ജീവിതത്തിന്റെ അശാന്തികളിലും അധ്വാനത്തിലും നിന്ന് ഇവർക്ക് മാത്രമായ ദൈവസങ്കല്പങ്ങളുണ്ടായി. അരക്ഷിതമായ സാമൂഹ്യ ചുറ്റുപാടുകളിൽ പിറന്ന ഈ ദൈവങ്ങളും ഇവർക്കൊപ്പം അനാഥത്വത്തിന്റെ ആദികൾ പേറി. അങ്ങനെ ആങ്ങളാരോട് കളിയാട്ടക്കാവിന്റെയോ കുഞ്ഞാഞ്ചീരുവിന്റെയോ കഥയ്ക്ക് വരമൊഴിയുടെ പൊലിമകളില്ല. പക്ഷേ മൺതോണിയിൽ ആങ്ങളമാരുപേക്ഷിച്ച നേർപ്പങ്ങളെ ഒരു ജനത തങ്ങളുടെ സ്മരണകളുടെ കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട്. തലമുറകൾ കൈമാറി വന്ന ഇവരുടെ വാമൊഴി പാട്ടുകളിൽ ദാരിദ്ര്യത്തിന്റെ ദൈന്യതകളിൽ നിന്ന് ജനിച്ച ഒരു ദേവീ ചിത്രമുണ്ട്. ആർക്കും വേണ്ടാത്തവളായി അലഞ്ഞു നടന്നിരുന്ന കുഞ്ഞാഞ്ചീരുവെ ഇടനെഞ്ചിലേറ്റി ഇവരൊരുങ്ങുകയാണ് കളിയാട്ട നാളിനായി. മെഹ്ഫിലുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൂട്ടായ്മയായിരുന്നു. ആ പ്രദേശത്തുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടിയിരുന്നു പാട്ടുകൾ പാടുക. പിന്നെ ഈ വന്നിരുന്ന ആൾക്കാരിൽ നിന്നും പിന്നീട് ഉണ്ടായിട്ടുള്ള ശിഷ്യന്മാരെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ വിവിധ ജോലിക്ക് പോയിരുന്ന ആൾക്കാർ ഇവർക്ക് ശിക്ഷപ്പെടും. പിന്നീട് ആ ജോലികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഫുൾ ടൈം സംഗീതം തന്നെ സാധനം ചെയ്യാന്ന് പറഞ്ഞ രീതിയിലേക്ക് ഇവർ ഇൻസ്പയർ ചെയ്തു. ഇടവ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കളിയാട്ടം കാപ്പൊലിക്കും. അതിനും എത്രയോ മുമ്പ് തന്നെ ഇവിടുത്തെ കീഴാള ഗൃഹങ്ങളിൽ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കും. ആട്ടിൻ തോൽ വാങ്ങിയുണക്കി പാകം വരുത്തി കളിയാട്ട ചെണ്ടകൾ തോലിട്ട് മുറുക്കും. മുള ചെത്തി പാകം വരുത്തി കുരുത്തോല വെട്ടി കുതിര കെട്ടും. കുഞ്ഞിക്കുതിരകൾക്ക് മുകളിൽ അലങ്കാര പണികൾ ചെയ്യും. ചരിത്രം അരിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ ഒരു വലിയ വിഭാഗം ദേവിക്കും തങ്ങൾക്കുമിടയിൽ ഇടനിലക്കാരില്ലാതെ അവരുടെ ഉത്സവം തുടങ്ങിവെക്കുകയാണ്. ഗുരുകാരണവന്മാർക്ക് നേദിച്ച മദ്യത്തിന്റെ ബാക്കി വീര്യം അവരെ ഓർമ്മകളിൽ തറപ്പിച്ചു നിർത്തും. അവർ പാടും തലമുറകളിലൂടെ ഒളിച്ചു കടത്തിയ പീഡനകാലങ്ങളുടെ ചരിത്രം. നാടൊട്ടുക്ക് അലഞ്ഞു നടന്ന് ഒടുവിൽ മൂന്നിയൂരിലെ കളിയാട്ടക്കാവിൽ ഇടം കണ്ടെത്തിയ നിഷേധിയായ കുഞ്ഞാഞ്ചീരു അമ്മയുടെ മഹിമ, കളിയാട്ട പെരുമ. ഈ ഉത്സവം ഇവിടുത്തെ കീഴാള ജീവിതങ്ങളുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു. കുടിപ്പകകൾ തീർക്കാനും പെണ്ണ് കാണാനും വറുതി മാസങ്ങളിലേക്കുള്ള സാധനങ്ങൾ കരുതാൻ ചന്ത കൂടാനുമൊക്കെ ഇവർ കളിയാട്ട നാളിനായി കാക്കുകയാണ്.
നിർത്താൻ അവിടെ അനുഭവിക്കും. ആൾ പോവുകയും ചെയ്യും, നിൽക്കുകയും ചെയ്യും. വാങ്ങും. ഒരു വീട്ടിൽ തന്നെ അവർ തരും ചലിപ്പിക്കും. അവർ 10 രൂപ അയാൾ പോകാൻ പറ്റും. ആ ചിലവ് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ ചിലവ് അവിടെ ചെന്നിരിക്കുന്ന നമ്മളെ കയ്യിൽ നിന്ന് കൂട്ടണം. ചിലവ് അവിടെ ചെന്നിരിക്കുന്ന ഇത്തിരി ആൾക്കാരുണ്ടാവും, പോകുമ്പോൾ ഡബിൾ ആൾക്കാരുണ്ടാവും. നമ്മൾ 10 ആണെങ്കിൽ ഇപ്പം 25 ആൾക്കാർ പോകാനുണ്ടാവും. അപ്പോൾ ആ ചിലവ് നമ്മൾ കൂട്ടണം. കളിയാട്ടം കാപ്പൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നാട്ടുപാതകളിലും അങ്ങാടികളിലും ചെണ്ടയുടെ താളം കേൾക്കാം. തുടർന്ന് കൂലിപ്പണിക്കാരും കുട്ടികളും തൊഴിൽ രഹിതരുമൊക്കെ അടങ്ങുന്ന ചെറു ചെറു സംഘങ്ങൾ നാടനിടവഴികളിലൂടെ നൃത്തമാടി കടന്നുവരും. ഉന്മത്തമായ ചുവടുവെപ്പുകളുമായി തോളിൽ കെട്ടിയുണ്ടാക്കിയ കുതിരരൂപങ്ങളുമേന്തി അവർ വീടുകൾ കയറും. ഉത്സവം കൊട്ടിയറിയിച്ച് പണവും നേർച്ചകളും ഏറ്റുവാങ്ങും. ഈ അനുഷ്ഠാനങ്ങളിലൂടെ കളിയാട്ടപ്പെരുമ കാവും കളിയാട്ടമുക്കും കഴിഞ്ഞ് അതിരും പരിധിയുമില്ലാതെ പരക്കും. സ്വർണം പകരം കൊടുത്ത് പൗരാണിക കാലത്ത് ഈ പ്രദേശത്തെ നമ്പൂതിരിമാരിൽ നിന്ന് നായന്മാർ ഭൂമിയുടെ അവകാശം കൈവശപ്പെടുത്തിയതായി കഥകളിൽ കേൾക്കുന്ന കളിയാട്ടക്കാവ്. അധികാരം ഇവിടെ കഥകൾക്ക് മീതെ കഥകളും ഉപകഥകളും കൊണ്ട് പൊടിപ്പും തൊങ്ങലും ചേർക്കുന്നു. ഐതിഹ്യങ്ങൾക്ക് മീതെ ഐതിഹ്യങ്ങളുടെ പുതിയ അടരുകൾ വന്നു വീഴുന്നു. അനുഷ്ഠാന രൂപങ്ങളും ആരാധനാരീതികളും അധികാരഘടനയുടെ സമ്മർദ്ദത്താൽ അഴിച്ചു പണിയപ്പെടുന്നു. അങ്ങനെ കളിയാട്ടക്കാവ് ഒരു പാഠമാകുന്നു. ഒരു ജനതയുടെ പ്രതിരോധങ്ങളിൽ നിന്ന് മാത്രമല്ല, ജനതയ്ക്കെതിരായ അധികാര പ്രയോഗങ്ങളിൽ നിന്നുകൂടി ഐതിഹ്യങ്ങൾ ജനിക്കും എന്ന പാഠം. ചവിട്ടേറ്റ് പിടയുന്നവന്റെ ഞരക്കങ്ങളിൽ നിന്നുയർക്കൊള്ളുന്ന ദൈവസങ്കല്പങ്ങളെപ്പോലും ചവിട്ടുന്നവന്റെ ശ്രീകോവിലിൽ തളയ്ക്കാൻ ബോധപൂർവമായ ചില പ്രയോഗങ്ങൾക്കാകും എന്ന പാഠം. കേരളത്തിലെ കാവുകളുടെ മേൽ ഒരു പാൻ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ ആര്യന്മാരുടെ ഒരു അധിനിവേശം വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നു മുതൽ തുടങ്ങിയതല്ല, വളരെ കാലമായിട്ട് നമുക്കൊരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച പ്രക്രിയയാണത്. അതിന്ന് വളരെ വളരെ ശക്തമായി നമ്മുടെ കാവുകളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കാവുകളുടെ പേര് പോലും മാറ്റിയിട്ട് ക്ഷേത്രം എന്ന നിലയിലേക്ക് അതിനെ മാറ്റി തീർക്കാനും അവിടെയുള്ള ആധിപത്യം, എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ഈ മേലാളവർഗം എന്ന് പറയാൻ നമുക്ക് നമ്പൂതിരിമാർ, പഴയ അധികാരമുള്ള നമ്പൂതിരിമാരും ഇടപ്രഭുക്കന്മാരായിരുന്ന നായന്മാരും വീണ്ടും ആധിപത്യം ഉറപ്പിക്കുന്നതായി കാണാം. നിറവേറ്റാൻ കഴിവുകൊണ്ടോ എന്ന് ബോധ്യപ്പെടുത്തേക്ക. അതുമതി, പ്രത്യേകമായി ഒന്നുമില്ല. എന്ത് പണിക്കര് കോഴിക്കളിയാട്ടത്തിന്റെ തലേരാത്രിയും മുൻ ദിവസങ്ങളിലൊക്കെ എന്ന പോലെ കാവിൽ പൂജാകർമ്മങ്ങൾ നടക്കുന്നു. ശ്രീകോവിലിനകത്തെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്പൂതിരിമാരാണ്. ക്ഷേത്രത്തിന്റെ ഉടമാവകാശമുള്ള തറവാട്ടുകാരനവരുടെ
ചോദ്യം ചെയ്യപ്പെടാത്ത മേൽനോട്ടത്തിന് കീഴിലാണ് ചടങ്ങുകളൊക്കെയും നടക്കുന്നത്. പൂജാകർമ്മങ്ങളിലും ആരാധനാരീതികളിലും പ്രകടമാവുന്ന പരിണാമങ്ങൾ കുഞ്ഞാഞ്ചീരു എന്ന ദ്രാവിഡ ദേവിയുടെ തട്ടകത്തിൽ ആര്യാധിനിവേശത്തിന്റെ മുദ്രകൾ ആഴത്തിൽ പതിയുന്നതിന്റെ സൂചനകളാകുന്നു. കേരളത്തിലെ കാവുകളിലൊന്നാകെ നടന്നുകൊണ്ടിരിക്കുന്ന ബോധപൂർവവും അദൃശ്യവുമായ ഒരധികാരപ്രയോഗത്തിന്റെ സാന്നിധ്യം ഈ രാത്രിയിലും ഉൾച്ചേർന്നിരിക്കുന്നു. പെരുമണ്ണാന്മാരുടെ തോറ്റംപാട്ടും സവർണ സ്ത്രീകളുടെ താലപ്പൊലിയും രാത്രിക്ക് വശ്യവും നിഗൂഢവുമായ ഒരു ഭാവം നൽകുന്നു. ചടങ്ങുകൾക്കൊക്കെയും ഒടുക്കം ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ദേവിയെ കാവിന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. നാളെ നെടുനാളത്തെ കാത്തിരിപ്പിനു ശേഷം ഇരമ്പിയെത്തുന്ന കീഴാളക്കൂട്ടങ്ങൾ തീണ്ടി അശുദ്ധമാക്കിയ കാവ് പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷമേ ദേവിയെ കാവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കൂ. ഇടവ മാസത്തിലെ 2-ാം വെള്ളി, തിരസ്കൃതരുടെ തിരുവോണമാണിന്ന്. വരാനിരിക്കുന്ന പഞ്ഞമാസങ്ങൾ കാട്ടി വർഷമേഘങ്ങൾക്ക് വരെ ഭയപ്പെടുത്താനാവില്ല. ഇടവമേഘങ്ങൾ മലബാറിലെത്തുന്നത് കളിയാട്ടക്കാവിൽ തിമിർത്തു പെയ്യാനാണെന്ന് ഇവരുറച്ചു വിശ്വസിക്കുന്നു. കോഴിക്കളിയാട്ടം മലപ്പുറത്തിന്റെ മതേതരമായ ഒരു ഉത്സവമുഖമാണ്. വെള്ളിയാഴ്ചത്തെ ഈ കീഴാള മാമാങ്കത്തിൽ പീഡിതവർഗ കൂട്ടായ്മയുടെ ഭാവങ്ങളുണ്ട്. അവരിരമ്പി വരികയാണ് കാവു തീണ്ടാൻ, ദേവീസന്നിധിയിൽ കുതിരരൂപങ്ങൾ തച്ചുടച്ചുന്മാദ നൃത്തമാടാൻ. അധികാരത്തിന്റെ ചതിക്കുഴികൾ അറിയാത്ത നിഷ്കളങ്കരും നിർമ്മലരുമായ സാധാരണ മനുഷ്യർ. കാവിലെ കഴിഞ്ഞ രാത്രിയിലെ ചടങ്ങുകളെ ചൊല്ലി അവർക്ക് ഉത്കണ്ഠകളില്ല. കോഴിക്കളിയാട്ട ദിവസം കാവിൽ ദേവിയുടെ സാന്നിധ്യമോ തിരോധാനമോ അവരുടെ പ്രശ്നമല്ല. തങ്ങളുടെ എല്ലാമെല്ലാമായ കുഞ്ഞാഞ്ചീരു അമ്മയുടെ ആവാസ കേന്ദ്രത്തിലേക്ക് ജീവിതത്തിന്റെയും സഹനത്തിന്റെയും ചതുപ്പുപാതകളെ പിന്തള്ളി അവരെത്തുകയാണ്. ചന്ത കൂടാൻ, നേർച്ചക്കോഴികളെ ബലി നൽകാൻ, പിന്നെ ഒടുക്കം കെട്ടിയുണ്ടാക്കിയ കുതിരരൂപങ്ങൾ കുതിരപ്പിലാക്കൽ തച്ചുടച്ച് കളിയാട്ടപ്പുകൾ പാരൊട്ടുക്ക് പരത്തി മടങ്ങാൻ, അടുത്ത വർഷം വീണ്ടും എത്താൻ.
ഗഫൂറെ, അടുത്ത 2 ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ വിനയപുരസ്സരം റദ്ദ് ചെയ്യുന്നു. അത് ഈ ഒരു കോണ്ടസ്റ്റിൽ സംസാരിക്കേണ്ടതാണോ എന്ന് അത്ര വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ഋത്തിക് ഘട്ടക് പറയുന്നുണ്ട് 24 ഫ്രെയിമുകൾ ഒരു ചലനമുണ്ടാക്കുന്നു, ഒരു ചലനം ഒരു ചോദ്യമുണ്ടാക്കുന്നു. സെക്കൻഡിൽ ഒരു തവണ പോലും വെടിയുതിർക്കാത്ത ഒരു മൂവി ക്യാമറ നിങ്ങൾ എന്തിനാണ് പേറുന്നത്? ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ജോൺ പറഞ്ഞു, ഗീവ് മി എ ക്യാമറ, ഐ വിൽ മേക്ക് ഇറ്റ് ആസ് എ ഗൺ. എനിക്കൊരു ക്യാമറ തരൂ, അത് ഞാൻ തോക്കാക്കി മാറ്റി തരാം. അങ്ങനെ തോക്കാവുന്ന ക്യാമറകൾക്ക് മാത്രമേ സാങ്കത്യമുള്ളൂ ഈ കാലത്ത് എന്ന് പറയുന്നത് അതിര് കടന്ന ആത്മവിശ്വാസമല്ല, ഈ യാഥാർത്ഥ്യബോധമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. നന്ദി.